ഹലോ ഗൈസ്, ഞാനിന്ന് പൊട്ടിക്കൽ വീട്ടിൽ പോയതായിരുന്നു കേട്ടോ. ഞാൻ ചെന്നപ്പോൾ അമ്മ നല്ല ചക്ക പരിപാടിയിലാണ്. അപ്പോൾ ചക്കയൊക്കെ ചുള പറിച്ചിടുകയായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഞാനും കുറേ പച്ചക്ക തിന്നിട്ട് അപ്പം തന്നെ നിന്നിട്ട് പച്ചച്ചക്കേൻ്റെ ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് കുറച്ച് അമ്മ കവറിലാക്കി തന്നിട്ടൊന്ന് പോകുമ്പോൾ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ചക്കയും കവറിലാക്കി പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോന്നിട്ട് ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയതായിരുന്നേ. അത് കഴിഞ്ഞതാണ് നമ്മളിവിടെ പൂക്കോട്ടുംപാടത്തെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചക്ക കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം അത് കുറച്ചെടുത്ത് അരിഞ്ഞിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ തേങ്ങയൊക്കെ ഒന്ന് ചെറുകിയെടുത്ത് അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടോ. മിക്സിയിൽ ഒരു കറക്കിയെടുത്ത് അതവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കറൊക്കെ വിസിലടിച്ചു. അങ്ങനെ അത് ഓഫ് ചെയ്തു. അപ്പോഴത്തേക്കും ഗൈസ് ബാക്ക് പെയിൻ നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നന്നായിട്ട് ബാക്ക് പെയിൻ ഉണ്ട്. അങ്ങനെ ഞാൻ തറയിൽ തന്നെ ഇങ്ങനെ ഹാളിൽ ആ നിലത്ത് തന്നെ അങ്ങനെ കിടന്നിട്ടോ കുറച്ച് നേരം അങ്ങനെ കിടന്നു. പിന്നെ വീണ്ടും അവിടുന്ന് കുത്തി എഴുന്നേറ്റ് വന്ന് വീണ്ടും അടുക്കളയ്ക്ക് തന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് കഞ്ഞി ഉണ്ടാക്കാനാണ് തോന്നിയത് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ കഞ്ഞിയൊക്കെ അരിയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചക്കക്കൂട്ടാൻ ഇവിടെ റെഡിയായി. അരപ്പൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൂട്ടാനൊക്കെ ആ പാത്രത്തിലേക്ക് വിളമ്പി വെച്ചു. അതേപോലെ തന്നെ കഞ്ഞി ചൂടാറാൻ വേണ്ടി വിളമ്പി വെച്ചിട്ടോ. ഇനി ഒരു 2 മണിയാകുമ്പോൾ ഇന്ന് പഞ്ചായത്തിലൊരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനും പോകണം. പിന്നെ അപ്പോൾ ഇന്ന് ഞാനും കിച്ചുമോളും കഞ്ഞിയും ചക്കക്കൂട്ടാനും കൂടിയാണ് കഴിക്കണത്. കൂടെ നല്ല അടിപൊളി നാരങ്ങച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. ഇതമ്മ അവിടെ നിന്ന് തന്നു വിട്ടതാണ് നാരങ്ങച്ചാറ്. അങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കാണ്ട് ഗൈസ് ഞങ്ങൾ ചൂടൊക്കെ പോയിട്ടോ. നല്ല എന്താ പറയുക ചില ചൂട് കഞ്ഞിയും ചക്കക്കൂട്ടാനും അതൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ഭയങ്കര ചൂടായിട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കിച്ചുമോള് കണ്ടോ നമ്മളെ റീൽസ് ഇങ്ങനെ ടി വിയിലിട്ട് കാണുകയാണ് കേട്ടോ. അപ്പോൾ ഞാനതിന് പാട്ടിങ്ങനെ കേട്ടപ്പോൾ അടുക്കളയിൽ നിന്ന് ഡാൻസ് ചെയ്യണം. അപ്പോൾ അവൾ പറഞ്ഞു ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഗൈസ് എന്നൊക്കെ പറഞ്ഞ് എടുക്കുക കേട്ടോ. ഞാനിതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടമ്മ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവളതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് അങ്ങനെ ഡാൻസ് എടുക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ കഞ്ഞിക്കുടി അങ്ങനെ ഡാൻസ് പരിപാടി നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പോകാൻ വേണ്ടിയിട്ട് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പഞ്ചായത്തിൽ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് റീൽസൊക്കെ കാണി. ആ സമയം കൊണ്ട് ഞാനിതാ നമ്മുടെ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പഞ്ചായത്തിലെത്തി ആളുകൾ വരുന്നുണ്ടായിരുന്നു. എല്ലാവരും എത്തിയില്ല, കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ വന്നു അവിടെ ഒപ്പിട്ടു അങ്ങനെ പോയിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയും തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.